ഹലോ! ഇന്നത്തേതൊരു എക്സ്പെരിമെൻറ്റ് പെയിൻറ്റിംഗ് വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ഒരു സംഭവമാണ്. ഈ ഒരു സംഭവം മനസ്സിലായവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തേ. ഇത് നമ്മുടെ കുമ്പളങ്ങയുടെ ആ ഒരു ഉള്ളിലത്തെ ചോറ്, അരി എന്നൊക്കെ പറയില്ല, ആ ഒരു സംഭവമാട്ടോ. ഇത് നമ്മുടെ കുമ്പളങ്ങയുടെ ജലാംശം ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വെയിലത്ത് വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ടുണ്ട്. പിന്നെ തുണി കൊണ്ട് നല്ല രീതിയിലൊന്ന് വൈപ്പും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും പഴയ ഒരു ടീഷർട്ടാട്ടോ. അപ്പോൾ ഞാൻ പഴയ ഒരു ടീഷർട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഏതെങ്കിലും ഭാഗം നമുക്ക് പ്ലെയിൻ ആയിട്ട് ഇതുപോലെ കിട്ടണം. ഓക്കെ. പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ടീഷർട്ടിൻ്റെ ഉള്ളിലായിട്ട് കട്ടിയുള്ള ന്യൂസ് പേപ്പർ മടക്കിയോ അതല്ലെങ്കിൽ കട്ടിയുള്ള ഏതെങ്കിലും കാർഡ്ബോർഡോ ബുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വച്ചു കൊടുക്കുക കേട്ടോ. അതല്ലെങ്കിൽ പെയിൻറ്റിങ് മറുഭാഗത്തും കൂടി ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പേപ്പർ വെച്ചാൽ ആ ഒരു കട്ടി കിട്ടില്ല. പിന്നെ ഞാൻ ബുക്ക് തന്നെ ഇപ്പുറത്തെ സൈഡിലും കൂടി വച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ താരമായിട്ടുള്ള കുമ്പളങ്ങയുടെ ഈ ഒരു ചോറെടുക്കാം കേട്ടോ. ഇതിനെ എല്ലായിടത്തും ഇത് ഇങ്ങനെ തന്നെയാണോ പറയണതെന്ന് എനിക്കറിയില്ല. ഇതൊരു ലീഫ് പാറ്റേണിലേക്ക് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്രയും മൂക്കാത്തൊരു കുമ്പളങ്ങ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സീഡ്സ് ഒന്നും നല്ല കട്ടിയിലൊന്നും അല്ല കേട്ടോ. ഞാൻ സീഡ്സ് കുറച്ച് കട്ടിയിലുള്ളതാണെങ്കിൽ അത് നമുക്ക് ജസ്റ്റ് സ്ക്യൂസ് ചെയ്ത് കളയുമ്പോൾ ആ ഒരു സ്ട്രക്ചറും കൂടി നമ്മുടെ ഈ ഒരു പ്രിൻറ്റിൽ വന്നേനെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ സാറിൽ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് കളറിലുള്ള ആക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് സ്പഞ്ച് വെച്ചിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ ടീഷർട്ടിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. പക്ഷെ ഇത് പ്രസ് ചെയ്ത് എടുത്തപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല എന്നുള്ളത്. കണ്ടില്ലേ? ഇതിൽ ജലാംശം കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എത്ര വെയിലത്ത് വെച്ചാലും എത്ര വൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൽ ആ ഒരു വെള്ളം നമുക്ക് പൂർണ്ണമായിട്ടും കളയാൻ പറ്റില്ല. സാധാരണ ഉരുളക്കിഴങ്ങും ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ചിട്ട് വെജിറ്റബിൾ പ്രിൻറ്റിങ് ചെയ്യാറില്ലേ, ആ ഒരു പെർഫെക്ഷനൊന്നും ഈ ഒരു സംഭവം വെച്ചിട്ട് കിട്ടില്ല. എനിക്ക് പെട്ടെന്ന് ഒറ്റ ബുദ്ധിക്ക് തോന്നിയിട്ടുള്ളൊരു ഐഡിയ ആയിരുന്നു. രാവിലെ മക്കൾക്ക് സ്കൂളിലേക്ക് മോരുകറി ഉണ്ടാക്കിയപ്പോൾ പെട്ടെന്ന് ഉദിച്ചതാട്ടോ ഈ ഒരു ഐഡിയ. സത്യം പറഞ്ഞാൽ ഇത് ഫ്ലോപ്പാണ്. പക്ഷേ എന്ത് സംഭവം ചെയ്യുകയാണെങ്കിലും നമ്മളത് ഫ്ലോപ്പാണെങ്കിലും നമ്മുടേതായിട്ടുള്ള രീതിയിൽ അത് ശരിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവത്തിന് പകരം നമ്മുടെ പൊട്ടറ്റോ അല്ലെങ്കിൽ ക്യാരറ്റോ ബീട്രൂട്ടോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഒരുവിധം ഈ ഒരു സംഭവം വച്ചിട്ട് ആ ഒരു ലീഫ് പാറ്റേൺ ഒന്ന് പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അധികം ഡ്രൈ ആണതിന് മുമ്പായിട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ലീഫിൻ്റെ വെയിൻസിൻ്റെയൊക്കെ ആ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു മൂത്ത കുമ്പളങ്ങയൊക്കെ ആണെങ്കിൽ അതിൻ്റെ സീഡ്സ് ഇതിൽ നിന്ന് സ്ക്യൂസ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഹോള് നന്നായിട്ട് വിസിബിളായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ പ്രിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഹോളും കൂടി കാണുമ്പോൾ കറക്റ്റ് ആ ഒരു ലീഫായിട്ട് തോന്നും കേട്ടോ. ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് തോന്നും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ബ്രഷും കൊണ്ട് വെയിൻസൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് കട്ട പിടിച്ചിരുന്നൊരു ബ്രഷാണ്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ഓറഞ്ച് കളർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലൂടെ സൈഡിലൂടെയൊക്കെ ഇതിൻ്റെ വെയിൻസ് ഒന്ന് വരച്ചു കൊടുക്കലാണ്. ഇത് എങ്ങനെയൊക്കെ ഭംഗിയാക്കാം എന്നതാണ് ഇനി എൻ്റെ ചിന്ത. ഓക്കെ, അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ ഓറഞ്ച് കളറ് നല്ല കട്ടയായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിൽ ഒരു 2 ഡ്രോപ്സ് വെള്ളം ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പെയിൻറ്റിങ് ചെയ്യുന്നത്. അതുകൊണ്ടാണെന്നറിയില്ല അത്ര ഒരു കളറൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. എന്നാലും ഞാൻ അതിൽ 2 കോട്ടൊക്കെ കൊടുത്ത് ഏകദേശം ഒന്ന് വെയിൻസൊക്കെ വരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവം ചെയ്തപ്പോൾ ഞാൻ നല്ലൊരു ടീഷർട്ട് എടുത്താലോ എന്നൊക്കെ ആലോചിച്ചതാട്ടോ. പിന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു, കുമ്പളങ്ങ ആയതുകൊണ്ട് ഇനി വല്ല വെള്ളമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് ഫെയിലാവുമെന്നറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പഴയ ഒരു ടീഷർട്ട് എടുത്തത്. പക്ഷെ അത് എന്തുകൊണ്ടും നല്ലൊരു തീരുമാനമായിരുന്നു. അപ്പോൾ ഏകദേശം ഞാൻ ആ ഒരു വൈറ്റ് സ്പേസിൽ ഈ ഒരു ഓറഞ്ച് വെയിൻസൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഒരു ഭംഗി തോന്നാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ആ ഒരു ലീഫിന് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് 00 സൈസിലുള്ള പോയിൻറ്റഡ് ബ്രഷാണ്.
അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ആദ്യം ഞാൻ ഇതുപോലെ ഔട്ട്ലൈൻ വരച്ചു കൊടുത്തു. ഔട്ട്ലൈൻ വരച്ചു കൊടുത്തപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് അപ്പോഴും എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, റോസ് ചെടിയുടെയൊക്കെ ആ ഒരു ലീഫ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ലീഫിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ കുറച്ച് വെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെട്ടിട്ട് കൊടുക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. ഓൾറെഡി നമ്മുടെ ഈ ഒരു ടീഷർട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയതുകൊണ്ട് ഈ ഒരു ലീഫിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് വെട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് നമ്മുടെ ടീഷർട്ടിലേക്ക് നല്ല ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന ലീഫായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സംഭവം എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് തന്നെ എല്ലാ ലീഫിലും അങ്ങ് കൊടുത്തു. ഇത് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ ഉള്ളതൊന്ന് പറയണേ. ഇതിലൊട്ടും പെർഫെക്ഷൻ തോന്നാതിൻ്റെ കാരണം എന്താണെന്നറിയോ, നമ്മൾ ഫസ്റ്റ് കൊടുത്ത ആ ഒരു വൈറ്റ് ബേസ് ഇതിൽ നല്ല രീതിയിൽ പ്രിൻ്റ് ആയിട്ടില്ല. കാരണം നമ്മുടെ കുമ്പളങ്ങയുടെ ആ ഒരു സംഭവത്തിൽ നല്ല വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം കട്ടിയായിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്താലും അത് കുറച്ച് വാട്ടറി ആയിട്ടാണ് പ്രിൻ്റ് ആവുള്ളൂ. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫോൾട്ട്. ഓക്കെ, പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഒരു സംഭവം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതായത് ഒരു നാച്ചുറൽ ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഈ ഒരു ടീഷർട്ടായിട്ട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ഈ ഒരു പാറ്റേൺ കൊടുത്തതും ഈ ഒരു പാറ്റേൺ കൊടുക്കാത്ത ലീഫുകളും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ? അപ്പോൾ ഏത് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. എന്തായാലും ഇതൊരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ്. അപ്പോൾ അത് സക്സസ് ആക്കി എടുത്തതിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ആരും മടി കാണിക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള ലീവ്സും കൂടി ഇതേ രീതിയിൽ ഇതേ പാറ്റേണിൽ നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡിൽ വരുന്നതൊന്നും ഞാൻ ആ ഒരു ബ്ലാക്ക് വെച്ചിട്ട് വെട്ടിട്ട് കൊടുത്തിട്ടില്ല. റൈറ്റ് സൈഡിലുള്ളതെല്ലാം ആ ഒരു രീതിയിൽ ഞാൻ വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഞാൻ എൻ്റെ ടീഷർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒത്തിരി വെജിറ്റബിൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വെജിറ്റബിൾ പ്രിൻറ്റിങ് ചെയ്യാൻ പറ്റും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ വാട്ടറി ആയിട്ടുള്ള വെജിറ്റബിൾസ് ചൂസ് ചെയ്യാതിരിക്കുക. ഇനി എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കാം. വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല അടിപൊളി ലുക്കാട്ടോ നേരിട്ട് കാണാനായിട്ട്. ആ ഒരു ബ്ലാക്ക് വെട്ടും കൂടി കൊടുത്തതിനപ്പോൾ കറക്റ്റ് നമ്മുടെ ടീഷർട്ടിലേക്ക് ബ്ലെൻഡഡ് ആയി നിൽക്കുന്ന ആ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ട്. കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചൊരു സംഭവമായിരുന്നു. പക്ഷെ നമുക്കത് അങ്ങനെ അങ്ങോട്ട് വിട്ടളയാൻ പറ്റില്ലല്ലോ. നമ്മുടെ മാക്സിമം നമ്മൾ ഈ ഒരു വർക്കിൽ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഭംഗിയായി, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ബോക്സിൽ പറയാം. പഴയ ഒരു ടീഷർട്ട് ആയതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലാക്ക് കളറൊന്നും അത്ര എടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.